ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്വാണ്ടം മെക്കാനിക്സിന് നമ്മുടെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്തിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇനി പറയാനുള്ളത് വേവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്താണ് വേവ് ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കുക. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്കിപ്പോൾ ഒരു സാറ്റലൈറ്റിനെ സ്പേസിലോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് അയക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഓരോ സെക്കൻഡിലും ഈ സാറ്റലൈറ്റിന്റെ പാത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക, എത്ര മിനിറ്റിൽ ഇത് എവിടെ എത്തുമെന്ന് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ക്ലാസിക്കൽ മെക്കാനിക്സിൽ. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിക്കിൾസിന്റെ ലോകമാണ്. അവിടെ നമുക്ക് ഇത്രയും സെർട്ടനിറ്റിയോടെ സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് സാധ്യതകളെ പറയാൻ പറ്റും. ഈ പാർട്ടിക്കിളിനെ ഈ ഒരു പൊസിഷനിൽ കാണാൻ 90% ചാൻസ് ഉണ്ട്. അത് അവിടെ തന്നെ കാണുന്ന എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ കാണാൻ ചാൻസ് കൂടുതലാണ്. സാധാരണതിനേക്കാൾ 90% ചാൻസ് ഉണ്ട്, 90% ചാൻസ് ഉണ്ട്. ഇവിടെ കാണാൻ 80% ചാൻസേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ചാൻസിന്റെ തരത്തിലെ എനിക്ക് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ചാൻസുകളെ ക്വാണ്ടം മെക്കാനിക്സിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. 100% ഷുവറിറ്റിയോട് കൂടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടിക്കിൾസിന്റെ എനർജിയെ കുറിച്ച് പറയുമ്പോൾ എനർജിയുടെ സാധ്യത, ഈ എനർജിയിൽ ഈ പാർട്ടിക്കിൾസിനെ കാണാം, ഈ എനർജി ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനർജി പറയാം, അതുപോലെ എനർജി പറയാം, മൊമെന്റം പറയാം, പൊസിഷൻ പറയാം, പാർട്ടിക്കിൾസിന്റെ ഒക്കെ പറയാൻ പറ്റും. പക്ഷെ ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ അറിയണം. ഇപ്പൊ എനിക്ക് ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ വേണം. എനിക്കിപ്പോ ഒരു ബോക്സ് എടുത്തിട്ട് അതിനുള്ളിൽ ഞാൻ ഇലക്ട്രോൺ ഇട്ടു. അപ്പൊ ഇലക്ട്രോണിന്റെ പൊസിഷൻ, മൊമെന്റം ഇതൊക്കെ ഒക്കെ എനിക്ക് പറയാം. അതിനെന്ത് വേണം? എനിക്ക് ആദ്യം ആ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എനിക്ക് വേണം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സിസ്റ്റത്തിനും, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ എല്ലാ സിസ്റ്റത്തിനും ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ വേവ് ഫംഗ്ഷന് എനിക്ക് ഓൾറെഡി ഓപ്പറേറ്റേഴ്സ് ഡിഫൈൻഡ് ആണ് ക്വാണ്ടം മെക്കാനിക്സിൽ. എനർജിക്ക് ഒരു ഓപ്പറേറ്റർ ഉണ്ട്, പൊസിഷണൽ ഓപ്പറേറ്റർ ഉണ്ട്, മൊമെന്റത്തിന് ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഇതിന് ഓപ്പറേറ്റർ എന്നാണ് പറയാ. കാരണം ഈ ഓപ്പറേറ്ററിനെ ഞാൻ വേവ് ഫംഗ്ഷന് മുകളിൽ ആക്ട് ചെയ്താൽ, ഇപ്പൊ എനർജിയുടെ ഓപ്പറേറ്ററിനെ ഞാൻ വേവ് ഫംഗ്ഷന് മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കണ്ടുപിടിക്കുക ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജിയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ വേവ് ഫംഗ്ഷന് മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. മൊമെന്റം ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷൻ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന് മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റും. പൊസിഷൻ ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷൻ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്? വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറയാം. അപ്പൊ വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആക്ട് ചെയ്താൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ നമുക്ക് അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പൊ ചോദ്യമല്ല, വേവ് ഫംഗ്ഷൻ എവിടെ നിന്ന് കിട്ടും? എല്ലാ സിസ്റ്റത്തിനും ഓരോ വേവ് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ അല്ല വൺ ഡയമെൻഷണൽ ബോക്സിന് ഉണ്ടാവുക, ആ വേവ് ഫംഗ്ഷൻ അല്ല വേറൊരു പാർട്ടിക്കിൾ ഉണ്ടാവുക. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ എവിടെ നിന്ന് കിട്ടും? വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേറ്റേഴ്സ് വെച്ച് നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാം. അത് എവിടെ നിന്ന് കിട്ടും? അതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പാർട്ടിക്കിൾസിന്റെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷനെ ഓപ്പറേറ്ററിന് നമ്മൾ ആക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒബ്സർവബിൾസ് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുന്നത്. അതായത് നിങ്ങൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും. വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പോൾ വേവ് ഫംഗ്ഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഞാൻ വേവ് ഫംഗ്ഷനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ വേവ് ഫംഗ്ഷൻ നമ്മൾ സൈ ഓഫ് എക്സ് ടി റെപ്രസെന്റ് ചെയ്യുക. അതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആവും. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇമാജിനറി നമ്പർ വരാം. കോംപ്ലക്സ് ഞാൻ പറഞ്ഞു എങ്ങനെ വേവ് ഫംഗ്ഷൻ കിട്ടുക? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്നതിൽ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് വരാം. അത് കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആയിരിക്കാം. അപ്പൊ ഈ സൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ ഈ വേവ് ഫംഗ്ഷന് വലിയ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. പക്ഷെ ആ വേവ് ഫംഗ്ഷനെ ഞാൻ സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സൈ സ്റ്റാർ ചെയ്യാം, കോംപ്ലക്സ് കോൺജുഗേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോ ഒരു e⁻IKX ആണെന്നുണ്ടെങ്കിൽ e⁻IKX ഇത് കോംപ്ലക്സ് അല്ലേ? ഇതിൽ ഐ ഉണ്ടെങ്കിൽ അത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. ഇതിനെ ഞാൻ കോൺജുഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഉള്ളതൊക്കെ ഇമേജിനറി ഉള്ളതൊക്കെ പൊളാരിറ്റി മാറ്റുക. ഇതിന്റെ പുറത്തെ സൈൻ എത്രയാണ്? പ്ലസ് ആണ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താവും? e⁻IKX ആവും. ഓക്കെ അല്ലേ? ഇപ്പോ e⁻KX ഇതിനെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താ കിട്ടുക? ഇതിൽ ഐ ഇല്ലെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ചെയ്താൽ അത് തന്നെ കിട്ടും. ഐ ഉണ്ടെങ്കിൽ അതിന്റെ സൈൻ മാറ്റാം. ഐയുടെ സൈൻ മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആക്കുക, ഐ ഇല്ലെങ്കിൽ അതുപോലെ എഴുതാം. ഇതിനാണ് നമ്മുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയാം. അപ്പൊ ചെയ്യേണ്ടത് എത്രയാണ്? നിങ്ങൾക്ക് വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷനെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നിനെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ചെയ്തിട്ട് മറ്റൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക.
അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം പ്രോബിലിറ്റി ഡെൻസിറ്റി ആണ്. പ്രോബിലിറ്റി ഡെൻസിറ്റി പ്രോബിലിറ്റി നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ഡെൻസിറ്റി പ്രോബിലിറ്റി ഫോർ ഫൈൻഡ് ദ പാർട്ടിക്കിൾ പെർ യൂണിറ്റ് വോളിയം. ഡെൻസിറ്റി പറഞ്ഞാൽ പെർ യൂണിറ്റ് വോളിയം. പ്രോബിലിറ്റി ഓഫ് ഫൈൻഡ് ദ പാർട്ടിക്കിൾ പെർ യൂണിറ്റ് വോളിയം, അതാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ പ്രോബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? സൈ സ്റ്റാർ സൈ ഇൻറ്റു ഡി ടോ, വോളിയം വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. സിമ്പിൾ മാത്സ് ആണ്. വോളിയം വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബിലിറ്റി കിട്ടും. ഇതാണ്. അപ്പോൾ വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ എനിക്ക് എന്ത് കിട്ടും? പ്രോബിലിറ്റി ഡെൻസിറ്റി കിട്ടും. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ഒരു 1 ഡയമെൻഷണൽ ബോക്സ് ആണ്. അതായത് ഒരു 1 ഡയമെൻഷണൽ ബോക്സ് ആണ്. 2 ഡയമെൻഷൻ ഒന്നുമല്ല, ഒരു 1 ഡയമെൻഷണൽ ബോക്സ് ആണ്. അതിനുള്ളിൽ ഞാൻ ഇലക്ട്രോൺ ഇട്ടു. അപ്പോൾ ഇതിൽ ഇലക്ട്രോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇലക്ട്രോൺ ഈ ബോക്സിനുള്ളിൽ തന്നെയാണ് ഉണ്ടാവുക. ഈ 0 to L ഉള്ളിൽ ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന്റെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ച് ഞാൻ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാം? അതിനെ സൈ സ്റ്റാർ സൈ ചെയ്ത് എനിക്ക് എന്ത് കിട്ടി? പ്രോബിലിറ്റി ഡെൻസിറ്റി കിട്ടി. ഈ പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള ചാൻസ് പെർ യൂണിറ്റ്. ഇവിടെ വോളിയം പറ്റില്ല, ഇവിടെ 1 ഡയമെൻഷൻ ആണ്. അപ്പൊ ലെങ്തേ പറയാൻ പറ്റും. അപ്പൊ പ്രോബിലിറ്റി ഡെൻസിറ്റി പെർ യൂണിറ്റ് ലെങ്ത് കിട്ടി, അല്ലെ? പെർ യൂണിറ്റ് ലെങ്ത് കിട്ടി. അതായത് ഒരു ചെറിയ ലെങ്ത് dx ൽ അതിന്റെ പ്രോബിലിറ്റി എങ്ങനെ പറയാൻ പറ്റും? പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് എഴുതാൽ മതി? പ്രോബിലിറ്റി ഈ ചെറിയ ലെങ്ത് dx ൽ കണ്ടുപിടിക്കാൻ എന്താണ് വേണ്ടത്? സൈ സ്റ്റാർ സൈ dx മതി, അല്ലെ? എനിക്ക് ഞാൻ ഈ പാർട്ടിക്കിളിനെ, ഈ ഇലക്ട്രോണിനെ ഈ ബോക്സിൽ ഇട്ടു. ഞാൻ എന്നിട്ട് ഒബ്സർവ് ചെയ്യാൻ പോവാണ്. ഞാൻ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് 0 to L ലെങ്ത്തിലാണ്. ഈ ഫുൾ ലെങ്ത്തിൽ ഞാൻ ഈ പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ആ പാർട്ടിക്കിളിനെ കാണില്ലേ? പാർട്ടിക്കിളിന് പുറത്തൊന്നും പോകാൻ പറ്റില്ല. പാർട്ടിക്കിൾ ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ 0 to L നുള്ള ഒബ്സർവ് ചെയ്താൽ ഈ 0 to L ഉള്ളിൽ എന്തായാലും ഞാൻ പാർട്ടിക്കിളിനെ കാണില്ലേ? പാർട്ടിക്കിൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, അതിൻ്റെ ഉള്ളിലുണ്ട്. എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ നോക്കുന്നത് 0 to L ഉള്ളിൽ പാർട്ടിക്കിളെ നോക്കുകയാണ്. അപ്പൊ 0 to L ഉള്ളിൽ ഞാൻ പാർട്ടിക്കിളെ കാണാൻ പ്രോബിലിറ്റി കണ്ടുപിടിക്കും. ചെറിയ ലെങ്ത് ആണ് dx. അപ്പൊ 0 to L ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പ്രോബിലിറ്റി എന്തായിരിക്കും? പ്രോബിലിറ്റി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to L സൈ സ്റ്റാർ സൈ dx, അല്ലെ? ചെറിയ ലെങ്ത്തിലല്ല, ചെറിയ ലെങ്ത് എവിടെ നിന്ന് വരെ ചെയ്യുന്നുണ്ട്? 0 മുതൽ L വരെ വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പാർട്ടിക്കിളിനെ 0 to L ന്റെ ഉള്ളിൽ കാണാനുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും? ഇതിന് എന്തായാലും 0 to L ഉള്ള പാർട്ടിക്കിളിനെ കാണില്ലേ? അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്താണ്? 1 ആണ്. അല്ലെ? എന്തായാലും ആ പാർട്ടിക്കിളിനെ കാണും. 0 to L ന്റെ ഉള്ളിൽ കാണും? എന്തായാലും കാണില്ല. കാരണം മറ്റേ ഭാഗത്തിന് വരാം, അപ്പൊ കാണാൻ പറ്റില്ല. 0 to L ന്റെ ഉള്ളിൽ എന്തായാലും ആ പാർട്ടിക്കിളിനെ ഞാൻ കാണും. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ dx 0 to L നീ എന്ത് കിട്ടും? എനിക്ക് 1 കിട്ടണം. ഇതിനെയാണ് ഞാൻ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയും. ഇവിടുത്തെ ഇന്റർവെൽ 0 to L ആയിരുന്നു. ഒരു ഗിവൺ ഇന്റർവെലിനുള്ളിൽ ഒരു വേവ് ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ആ വേവ് ഫംഗ്ഷന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫ്രം ആ ഇന്റർവെല്ലിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പാർട്ടിക്കിളിനെ കാണും. അത് 1 ആയിരിക്കും. പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടീഷൻ ഒരു ടെക്സ്റ്റിലൂടെ ഒരു എക്സാമ്പിൾ ചെയ്യാം. നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പോൾ ഉദാഹരണത്തിന് ടെക്സ്റ്റ് എന്നൊരു എക്സാമ്പിൾ ഇതായിരുന്നു. ഒരു വേവ് ഫംഗ്ഷൻ, ഒരു പാർട്ടിക്കിള് കിടക്കുന്നത് 0 to ഇൻഫിനിറ്റി വരെയാണ്. അതായത് പാർട്ടിക്കിള് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് പാർട്ടിക്കിളിന് പോകാൻ പറ്റുന്ന ചാൻസ്. ഞാൻ അതിന്റെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. വേവ് ഫംഗ്ഷൻ എനിക്ക് കിട്ടിയത് സൈ ഈക്വൽ ടു a e raised to minus x by a ആണ്. സോറി, e raised to minus ax ആണ്. അപ്പോ നോർമലൈസ് ദ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് ചോദിക്കുക. വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യാൻ പറയും. അപ്പൊ നമുക്ക് എന്തറിയാം? വേവ് ഫംഗ്ഷൻ സൈ ആണ്. എനിക്കറിയാം ഈ പാർട്ടിക്കിള് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഈ പാർട്ടിക്കിളിനെ 0 മുതൽ ഇൻഫിനിറ്റി വരെ ഒബ്സർവ് ചെയ്താൽ സൈ സ്റ്റാർ സൈ dx ചെയ്താൽ എനിക്ക് എന്തായാലും കാണും. ഞാൻ ഒബ്സർവ് ചെയ്യാണ്, എന്റെ പ്രോബിലിറ്റി നോക്കുകയാണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇതിനെ കാണാനുള്ള ചാൻസ് ഞാൻ നോക്കുകയാണ്. അപ്പൊ എന്തായാലും പാർട്ടിക്കിളെ ഞാൻ കാണും. അപ്പൊ അതിന്റെ ചാൻസ് 1 ആണ്. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമലൈസേഷൻ. സൈ എന്ന് പറഞ്ഞാൽ എന്താ? a e raised to minus ax ആണ്. സൈ സ്റ്റാർ എന്തായിരിക്കും? സൈ സ്റ്റാറിൽ ഇതിൽ ഇമേജിനറി പാർട്ട് ഒന്നുമില്ല. അപ്പൊ എന്തെന്നെയാ വരിക? a e raised to minus ax തന്നെയാണ് വരിക. അപ്പൊ എന്ത് വരും? സൈ ഇൻറ്റു സൈ സ്റ്റാർ. സൈ ഇൻറ്റു സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ 0 to ഇൻഫിനിറ്റി. സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് a e raised to minus ax. സൈ എന്ന് പറഞ്ഞാലും a e raised to minus ax dx ഈക്വൽ ടു എന്താവണം? 1 ആവണം. അതാണ് ഫിസിക്കലി അങ്ങനെ ആയിരിക്കണം, അല്ലെ?
ഇതിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പാർട്ടികളെ കാണണം. അപ്പൊ ഇത്തരം ഒരു സാധനത്തിന് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. 0 to ഇൻഫിനിറ്റി വരെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കാണാനുള്ള ചാൻസ് എന്തായാലും 1 ആയിരിക്കണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കിട്ടുക a into a square ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to ഇത് ചെയ്യാൻ അറിയാലോ -2ax dx should be equal to 1. അറിയില്ലെങ്കിൽ നോക്കുക ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to -ax dx എന്ന് പറഞ്ഞാൽ ഉത്തരം 1/a ആണ്. ചെയ്തെങ്കിൽ കിട്ടും 1/a ആണ് കിട്ടുക. അപ്പോ ഇവിടെ a വന്നാൽ ഡിനോമിനേറ്ററിൽ a, ഇവിടെ എത്ര വരുന്നത് 2a ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ എന്തായിരിക്കും a square into 1/2a അല്ലെ. ഇവിടെ a വരുമ്പോൾ ഇവിടെ a വരും. അപ്പോൾ ഇവിടെ 2a വരുമ്പോൾ ഇവിടെ 2a വരും. a square into 2a എത്രയായിരിക്കണം 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ a എന്തായിരിക്കണം a should be equal to a square should be equal to 2a. a should be equal to root 2a. യുടെ വാല്യൂ എന്തായിരിക്കണം root 2a ആയിരിക്കണം. അതായത് psi എന്താണ് psi equal to root 2a e raised to -ax ആണ്. അതായത് എന്റെ വേവ് ഫംഗ്ഷൻ ഇതായിരിക്കണം. ഇതാണെങ്കിലാണ് 0 to ഇൻഫിനിറ്റി വരെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 1 കിട്ടും. അത്ര വേവ് ഫംഗ്ഷനെ പോസിബിൾ ആവും അല്ലെ. നിങ്ങൾക്കറിയില്ലേ, ഞാനിപ്പോ ഒരു പാർട്ടിക്കിളിനോട് വെച്ചിട്ടുണ്ട്. പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം 0 to ഇൻഫിനിറ്റി. അപ്പൊ ഉദാഹരണത്തിന് എന്റെ റൂമിൽ ഒരു ബോൾ ഉണ്ട്. എന്റെ റൂമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ബോളിനെ എന്റെ റൂമിൽ കാണാനുള്ള ചാൻസ് എത്രയാ 100% ആണ്. എവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ പാർട്ടിക്കിളിനെ 0 to ഇൻഫിനിറ്റി ഉള്ളിൽ ഞാൻ വിട്ടാക്കിയിട്ടുണ്ട്. അപ്പോ പാർട്ടിക്കിൾ എന്തായാലും ഞാൻ 0 to ഇൻഫിനിറ്റി ഉള്ളിൽ കാണുന്ന കാര്യം എനിക്ക് ഉറപ്പാണ് അല്ലെ. ഇറ്റ് മേക്ക് സെൻസ്. അപ്പോ 0 to ഇൻഫിനിറ്റി ഉള്ളിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി 1 ആവണം. അത്ര വേവ് ഫംഗ്ഷൻസ് ആണ് വാലിഡ് വേവ് ഫംഗ്ഷൻസ് അല്ലെ. അപ്പോ അത് ഞാൻ നോക്കിയതാണ്. സൈസ് സ്റ്റാർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി എയുടെ വാല്യൂ root 2a വരണം. എയുടെ വാല്യൂ root 2a വന്നാലാണ് ഇന്റഗ്രൽ സൈസ് സ്റ്റാർ സൈ ഫ്രം 0 to ഇൻഫിനിറ്റി എന്താവുക 1 ആവുക. ഇതിനാണ് ഞാൻ നോർമലൈസേഷൻ എന്ന് പറയാം. വേറെ എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഇപ്പോ വേറൊന്ന് ഒരു 1 ഡയമെൻഷണൽ ബോക്സ് ഉണ്ട്. 0 to L ആണ്. പാർട്ടിക്കിള് ഇതിന്റെ ഉള്ളിൽ നിൽക്കുള്ളൂ. അതായത് 0 to L ഉള്ളിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾ എന്തായാലും ഞാൻ കാണും. പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട് psi is equal to a sin n/x/L. ഇതാണ് എന്റെ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ. നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നോർമലൈസേഷൻ അതായത് സൈസ് സ്റ്റാർ സൈ 1 ആവുന്ന എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എനിക്കറിയാം എന്റെ സൈ തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഞാൻ അതിന്റെ പ്രോബിലിറ്റി നോക്കുകയാണ്. സൈസ് സ്റ്റാർ സൈ 0 to L ഉള്ളിൽ ഞാൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പാർട്ടിക്കിളിനെ കാണും അല്ലെ. പാർട്ടിക്കിൾ എന്തായാലും കാണും. അത്ര വേവ് ഫംഗ്ഷൻസ് ആണ് ശരിയായ വേവ് ഫംഗ്ഷൻസ്. അപ്പോ സൈസ് സ്റ്റാർ സൈ എന്താ കിട്ടുക നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ ഇമാജിനറി പാർട്ട് ഒന്നുമില്ല. അപ്പൊ സൈൻ സൈസ് സ്റ്റാർ 1 ആണ്. അപ്പൊ എന്ത് കിട്ടും 0 to L a sin n/x/L into a sin n/x/L dx എന്താവണം 1 ആവണം. എന്താ കിട്ടുക a into a സ്ക്വയർ എന്താ sin n/x 2 പ്രാവശ്യം ഉണ്ട്. അതായത് sin സ്ക്വയർ n/x/L dx from 0 to L should be equal to 1. നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും സൈൻ സ്ക്വയറിന്റെ ഇന്റഗ്രൽ 0 to L ഒരു ഇന്റർവെൽ ആണെന്നുണ്ടെങ്കിൽ ഉത്തരം അതിന്റെ പകുതി ആയിരിക്കും. അതായത് ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a സ്ക്വയർ ഇട്ടു ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ L/2 ആയിരിക്കും. L/2 നമ്മുടെ ഇന്റർവെലിന്റെ പകുതി ആയിരിക്കും സൈൻ സ്ക്വയർ. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എനിത്തിങ് ഫ്രം 0 to L എന്ന് പറഞ്ഞാൽ L/2 ആയിരിക്കും. കോസ് സ്ക്വയർ ആണെങ്കിലും L/2 ആയിരിക്കും. ചെയ്ത് കിട്ടും. ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ a സ്ക്വയറിന്റെ L/2 എന്തായിരിക്കണം 1 ആയിരിക്കണം. അപ്പൊ a സ്ക്വയർ എന്താവും a സ്ക്വയർ ഈക്വൽ ടു 2/L ആയിരിക്കും. അതായത് a ഈക്വൽ ടു എന്താവണം root 2/L ആവണം. അപ്പോ ഇതൊരു വാലിഡ് വേവ് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഇത് നോർമലൈസേഷൻ കണ്ടീഷൻ, അതായത് വേവ് ഫംഗ്ഷൻ ഞാൻ ഈ പാർട്ടിക്കിളിനെ ഇവിടെ വിട്ടാക്കിയിട്ട് 0 to L ഉള്ളിൽ ഞാൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത 1 ആവണം. അതിന് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റണം 0 ലൊക്കേഷനുള്ളിൽ. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ എയുടെ വാല്യൂ root 2/L ആവണം. അതായത് വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം psi is equal to root 2/L sin n/x/L ആയിരിക്കണം. ഇതിനാണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു
വേവ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഒന്നാമത്തെ പ്രോപ്പർട്ടി വേവ് ഫംഗ്ഷൻ. നിങ്ങൾക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വേവ് ഫംഗ്ഷൻ നിങ്ങൾ ഏത് ഇന്റർവെല്ലാണ് കണ്ടുപിടിച്ചത് ആ ഇന്റർവെല്ലിലെ പ്രോബിലിറ്റി, ഫുൾ പ്രോബിലിറ്റി, മൊത്തം അതിനെ കാണുന്ന പ്രോബിലിറ്റി 1 ആയിരിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നോർമലൈസേഷൻ ആണ് അതിന് പറയാം. അപ്പോൾ ആ പ്രോപ്പർട്ടി കഴിഞ്ഞു. അടുത്ത പ്രോപ്പർട്ടി നിങ്ങൾക്ക് അപ്പോൾ വേവ് ഫംഗ്ഷൻ എങ്ങനെ കിട്ടുക? അതുപോലെ വേവ് ഫംഗ്ഷൻ എങ്ങനെ കിട്ടുക? ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഷ്രോഡിഞ്ചർ ഒരു മാത്തമാറ്റിക്കൽ പരിപാടിയാണ്, അത് ചെയ്താൽ നിങ്ങൾക്ക് വേവ് ഫംഗ്ഷൻ കിട്ടും അല്ലെ? മാത്തമാറ്റിക്കൽ പ്രോസസ് ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേവ് ഫംഗ്ഷൻ കിട്ടും. ആ കിട്ടുന്ന വേവ് ഫംഗ്ഷൻ മാത്സിന്റെ ഉത്തരമാണ്, എന്തുത്തരം വരാം. ആ കിട്ടുന്ന വേവ് ഫംഗ്ഷൻ ഫിസിക്കലി പോസിബിൾ ആണോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ ഫിസിക്കലി പോസിബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വേവ് ഫംഗ്ഷൻ കിട്ടി. ആ കിട്ടിയ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. നിങ്ങൾക്ക് കിട്ടിയ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ അത് ഫൈനൈറ്റും ആയിരിക്കണം. എന്താ കാരണം ഞാൻ പറയാം. വേവ് ഫംഗ്ഷൻ, അപ്പോൾ നിങ്ങൾക്ക് വേവ് ഫംഗ്ഷൻ കിട്ടി, ഷ്രോഡിഞ്ചർ വേവ് ഫംഗ്ഷൻ കിട്ടി. ആ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം, ഫൈനൈറ്റും ആയിരിക്കണം. എന്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കണം, എന്തുകൊണ്ട് ഫൈനൈറ്റ് ആയിരിക്കണം, എന്തുകൊണ്ട് പറയുന്നു? അപ്പോൾ എനിക്ക് കിട്ടിയ വേവ് ഫംഗ്ഷൻ കിട്ടിയതില്ലായിരിക്കാം. എനിക്ക് കിട്ടിയ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണ്. ഇത് കണ്ടിന്യൂസ് ആണോ? അല്ല. ഇവിടെ ബ്രേക്ക് കേസ് ഉണ്ട്. ഇവിടെ കണ്ടിന്യൂസ് അല്ല. വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇത് സൈ ഓഫ് എക്സ് ആണ്. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കാണാനുള്ള പ്രോബിലിറ്റി ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സൈ ഓഫ് എക്സ് എങ്കിൽ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇതല്ലേ ഈ പാർട്ടിക്കിളെ കാണാനുള്ള പ്രോബിലിറ്റി. പാർട്ടിക്കിളെ കാണാൻ ഇവിടെ കാണാൻ പറ്റും? ഇല്ല. അവിടെ സൈ ഇല്ല. പിന്നെ എങ്ങനെയാണ് സൈന് സ്ക്വയർ ഉണ്ടാവുക ആ പാർട്ടില്? അപ്പൊ അവിടെ സൈന് കാണാൻ സാധ്യതയില്ല. അങ്ങനെ ഫിസിക്കലി വല്ല സാധനം ഉണ്ടോ? പാർട്ടിക്കിളെ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥലത്ത് കാണാൻ പറ്റും, പിന്നെ കാണാൻ പറ്റില്ല, പിന്നെ കുറച്ചു കാണാൻ പറ്റും. അങ്ങനെ ഒരു സംഗതി ഇല്ല. അങ്ങനെ സാധനം ഫിസിക്കലി പോസിബിൾ അല്ല അല്ലെ? ഒരു സാധനത്തിൽ ഒരു സ്ഥലത്ത് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് വേവ് ഫംഗ്ഷൻ, അതായത് പാർട്ടിക്കിള് വെറുതെ ഡിസപ്പിയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. അതുകൊണ്ടാണ് പറയുന്നത് വേവ് ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അടുത്തത് ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ്. എന്തുകൊണ്ട് ഫൈനൈറ്റ് ആവണം? വേവ് ഫംഗ്ഷൻ ഫൈനൈറ്റ് ആയിരിക്കണം. ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വേവ് ഫംഗ്ഷൻ നോക്കാം. എനിക്ക് കിട്ടിയ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇത് ഫൈനൈറ്റ് ആണോ? അല്ല. ഞാൻ ഇങ്ങോട്ട് പോകും തോറും വേവ് ഫംഗ്ഷൻ വാല്യൂ കൂടി വരികയാണ്. അപ്പൊ ഞാൻ കൂടുതൽ ട്രാവൽ ചെയ്യും തോറും വേവ് ഫംഗ്ഷന്റെ വാല്യൂ ഇൻഫിനിറ്റിലോട്ട് പോകും. ഇൻഫൈനൈറ്റ് ആവും. ഫൈനൈറ്റ് ആവില്ല, ഇൻഫൈനൈറ്റ് ആവും. ഇൻഫിനിറ്റ് ആയ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത ഏരിയ എത്ര കിട്ടണം? 1 കിട്ടണം. ഇൻഫിനിറ്റിൽ പോകുന്ന ഒരു സാധനത്തിന് ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്ത് എനിക്ക് 1 കിട്ടും? ഇല്ല. അപ്പൊ നോർമലൈസേഷൻ കണ്ടീഷൻ അവിടെ വർക്ക് ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് ഷുഡ് ബി ഫൈനൈറ്റ്. ഫൈനൈറ്റ് ആവണം. ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ സാധനം ഫൈനൈറ്റും ആയിരിക്കണം, കണ്ടിന്യൂസും ആയിരിക്കണം. ഓക്കെ അല്ലേ? ഇനി മസ്റ്റ് ബി സിംഗിൾ വാല്യൂ. വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി സിംഗിൾ വാല്യൂ. അതായത് എനിക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടി വിചാരിക്കാം. എനിക്ക് കിട്ടിയ വേവ് ഫംഗ്ഷൻ ഇതാണ്. ഇത് സിംഗിൾ വാല്യൂഡ് ആണ്? അല്ല. ഞാൻ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റിൽ വേവ് ഫംഗ്ഷൻ എത്ര വാല്യൂ ഉണ്ട്? 1 വാല്യൂ, 2 വാല്യൂ, 3 വാല്യൂ, 4 വാല്യൂ, 5 വാല്യൂ. ഒരു വര വരച്ചാൽ മതി അല്ലെ? ഈ വര എത്ര പ്രാവശ്യം കട്ട് ചെയ്യുന്നുണ്ട്? ഇത് ഫംഗ്ഷനേ അല്ല. നിങ്ങൾക്ക് അറിയാം, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് അറിയണ്ടായിരിക്കും. ഒറ്റ സ്ഥലത്തെ കട്ട് ചെയ്യാൻ പാടും അല്ലെ? ഇതിപ്പോ എത്ര സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ട്? ഇത് സിംഗിൾ വാല്യൂഡ് അല്ല. ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ഡെഫിനിറ്റ് എക്സില് സൈഡ് വാല്യൂ ഒന്നിൽ കൂടുതൽ വാല്യൂ വരുവാണ്. അങ്ങനെയുള്ളത് വേവ് ഫംഗ്ഷൻ ആയിരിക്കില്ല. അതാണ് പറയുന്നത് വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വെറുതെ ഒരു 3 ചിത്രം തരികയാണ്. ഉദാഹരണത്തിന് ഇങ്ങനൊരു ചിത്രം, ഇങ്ങനൊരു ചിത്രം, ഇങ്ങനൊരു ചിത്രം, ഇങ്ങനൊരു ചിത്രം. ഇതിലേതാണ് പോസിബിൾ വേവ് ഫംഗ്ഷൻ? ഇത് പോസിബിൾ ആണോ? ഇത് പോസിബിൾ അല്ല. കാരണം ഇത് സിംഗിൾ വാല്യൂഡ് അല്ല. ഒരു പോയിന്റിൽ നിന്ന് ഒരുപാട് വാല്യൂ വരുന്നുണ്ട്. അപ്പൊ ഇതൊരു പോസിബിൾ വേവ് ഫംഗ്ഷൻ അല്ല. ഇത് പോസിബിൾ വേവ് ഫംഗ്ഷൻ ആണോ? അല്ല. ഇത് ഫൈനൈറ്റ് അല്ല. ഇത് പോകുന്നുണ്ടോ? ഇതിന്റെ വാല്യൂ അങ്ങനെ മോളിക്ക് പോവാണ്. ഇത് ഫൈനൈറ്റ് അല്ല. അപ്പൊ ഇതും പറ്റില്ല. ഇത് പറ്റും. കാരണം ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. എന്തായാലും 0 പോയി മുട്ടുന്ന എനിക്കറിയാം. ഒരു ഫൈനൈറ്റ് വാല്യൂട്ട് ഇത് പോയി മുട്ടും. ഇതൊരു ഫൈനൈറ്റ് വാല്യൂല് പോയി മുട്ടും. അതെ. അതുപോലെ തന്നെ ഇതിനെല്ലായിടത്തും സിംഗിൾ, ഈ പോയിന്റിൽ ഇതിനൊരു വാല്യൂ മാത്രമേ ഉള്ളൂ, ഈ പോയിന്റിൽ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, എല്ലാ പോയിന്റിലും ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വേവ് ഫംഗ്ഷൻ പോസിബിൾ ആണ്. ഇതൊരു വേവ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഉത്തരം കിട്ടി കഴിഞ്ഞാൽ അത് പോസിബിൾ വേവ് ഫംഗ്ഷൻ ആണ്. ഇതൊന്നും എന്തല്ല, പോസിബിൾ വേവ് ഫംഗ്ഷൻ അല്ല. ഇനി ഡോസൈ ബൈ ഡോ എക്സ് ഷുഡ് ബി കണ്ടിന്യൂസ്. അതായത് നിങ്ങൾക്കൊരു സൈ കിട്ടും. സൈഡ് ഡെറിവേറ്റീവ് ഡോസൈ ബൈ ഡോ എക്സും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഡോസൈ ബൈ ഡോ എക്സ് എന്ന മൊമെന്റാണ് അവിടെ ഇപ്പോൾ പറയാം. അപ്പോൾ ഡോസൈ ബൈ ഡോ എക്സും കണ്ടിന്യൂസ് ആയിരിക്കണം.
ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം, അത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡോസെ ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോസെ ബൈ ഡോ വൈ എന്തൊക്കെയാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിരിക്കണം. ഒരു കാര്യം പറയുന്നത്, ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ അത് കുറയണം. അത് വേവ് ഫംഗ്ഷൻ സീറോയിലോട്ട് ടെൻഡ് ചെയ്യണം അല്ലെ. ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ വേവ് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല, വേവ് ഫംഗ്ഷൻ എന്താവണം, ഡിക്രീസ് ചെയ്യണം. വേവ് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്തിട്ട് സീറോയിലോട്ട് പോകണം അല്ലെ, എന്നാലാണ് വേവ് ഫംഗ്ഷൻ ഫൈനൈറ്റ് ആവും. ഞാനിപ്പോൾ ഒരു പാർട്ടിക്കിൾ അവിടെ വെച്ച് വിചാരിക്കാം. അതായത് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ റൂമിൽ ഒരു ഇലക്ട്രോൺ വെച്ചു. ഒരു ഇലക്ട്രോണിനെ ഞാൻ എൻ്റെ റൂമിൽ വെച്ചു. അപ്പൊ ഈ ഇലക്ട്രോണിനെ ചന്ദ്രനിൽ കാണാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആണ് ചന്ദ്രനിലോട്ട് അല്ലെ, കുറെ ദൂരമാണ്. ഇൻഫിനിറ്റി അല്ല, എന്നാലും ഒരുപാട് ദൂരമുണ്ട്. ചന്ദ്രനിൽ കാണാൻ പ്രോബിലിറ്റി ഉണ്ടോ? ഇല്ല, വളരെ കുറവ് പ്രോബിലിറ്റി ആണ് അല്ലെ. അപ്പൊ ഇൻഫിനിറ്റിലോട്ട് പോകുന്നതോറും കാണാനുള്ള പ്രോബിലിറ്റി, പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി കുറയണം. ഞാൻ പാർട്ടിക്കിളിനെ എവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇൻഫിനിറ്റിലോട്ട് പോകുന്നതോറും പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി കുറയണം. അപ്പൊ ഇവിടെ പ്രോബിലിറ്റി കൂടുതലാണ്, എന്റെ റൂമിൽ കാണാനുള്ള പ്രോബിലിറ്റി കൂടുതലായിരിക്കും. ഇൻഫിനിറ്റിലോട്ട് പോകുന്നതോറും പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി കുറയണം അല്ലെ. ഞാൻ ഇൻഫിനിറ്റിലോട്ട് പോകുന്നതോറും അവിടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി കുറയണം. അപ്പൊ വേവ് ഫംഗ്ഷൻ എങ്ങനെ ഇരിക്കാം, അതാണ് പറയുന്നത്. അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് സൈ. ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ പ്രൂഫിലോട്ട് നീങ്ങുകയാണ്. അതിനു മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാംഡ ഈക്വൽ ടു h/p അല്ലെ, പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്തുകൊണ്ടാണ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ മാറില്ല അല്ലെ, വാല്യൂ മാറില്ല. അപ്പൊ ഞാൻ ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. പക്ഷെ ഇവിടെ ഞാൻ 1നെ കാണുന്നത് 2π/2π എന്നാണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ മാറുന്നില്ല, വാല്യൂ h/p തന്നെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ലാംഡ മാറില്ല, അപ്പൊ ഇക്വേഷൻ മാറില്ല. അതുകൊണ്ടാണ് ഞാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതിനെനിക്ക് എങ്ങനെ പറയാം? P ഈക്വൽ ടു ഞാൻ പീനെ അങ്ങോട്ട് എടുക്കുകയാണ്. പീനെ അങ്ങോട്ട് എടുക്കുകയാണ്, ലാംഡയെ അങ്ങോട്ട് എടുക്കുന്നു. ഇങ്ങനെയാണ് എഴുതുന്നത്. P is equal to h/λ. ഓക്കെ അല്ലേ? 2π/2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എനിക്കറിയാം 2π/λ. 2π/λ എന്ന് പറഞ്ഞാൽ k ആണ്. 2π/λ എന്ന് പറഞ്ഞാൽ k ആണ്. അപ്പൊ ഈ 2π/λ എനിക്ക് എന്ന് എഴുതാം, k എഴുതി കൂടെ. അപ്പൊ P ഈക്വൽ ടു എന്തായി? k ആയി. ബാക്കി ഒരു h/2π ഉണ്ട്. h/2π ഞാൻ വിളിക്കുന്ന പേരാണ് h ബാർ. അപ്പൊ P ഈക്വൽ ടു എന്തായി? h ബാർ k ആയി. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. P ഈക്വൽ ടു h ബാർ k. P ഈക്വൽ ടു h ബാർ k. വേറെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, E ഈക്വൽ ടു h ന്യൂ. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഞാൻ ഇതിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് 2π/2π കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. h/2π എന്താ? h ബാർ ആണ്. h ബാർ ഇതെന്താ? 2π ന്യൂ. 2πf എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗയാണ് അല്ലെ. ഇത് ചെയ്തതാണ് h ബാർ. ഇത് 2π ന്യൂ ആണ്. 2π എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഞാൻ ക്ലാസ് പറഞ്ഞതാണ്. 2π എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗയാണ്. ഇപ്പൊ എന്ത് കിട്ടി? h ബാർ ഒമേഗ. അപ്പോ ഒരു ക്വാണ്ടം പാർട്ടിക്കിളിലെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്തിന്റെ ക്വാണ്ടം പാർട്ടിക്കിളിന്റെ ഫോർമുലയാണിത്. അപ്പോ P ഈക്വൽ ടു h ബാർ k ആണ്, E ഈക്വൽ ടു h ബാർ ഒമേഗയാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു ഫ്രീ പാർട്ടിക്കിൾ എടുക്കാം. ഒരു ഫ്രീ പാർട്ടിക്കിൾ. എന്താണ് ഫ്രീ പാർട്ടിക്കിൾ? ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇത് ഫ്രീ പാർട്ടിക്കിൾ ആണോ? ഇത് ഫ്രീ പാർട്ടിക്കിൾ ആണോ? ഇത് ഫ്രീ പാർട്ടിക്കിൾ അല്ല. കാരണം ഇതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. പൊട്ടൻഷ്യൽ ഇല്ലാത്ത പാർട്ടിക്കിളാണ് ഞാൻ ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. കാരണം ഇത് നിൽക്കുന്ന ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ്. ഇവിടെ നമുക്ക് എർത്തിന് ഒരു ഗ്രാവിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ് ഈ പാർട്ടിക്കിൾ നിൽക്കുന്നത്. അതായത് ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇനിയിപ്പോ ഞാനൊരു മാഗ്നറ്റ്, ഒരു അയൺ മാഗ്നറ്റിന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓൾറെഡി ഉണ്ട്, മാഗ്നറ്റിക് പൊട്ടൻഷ്യലും ഉണ്ട്. അപ്പൊ അതൊന്നും ഫ്രീ പാർട്ടിക്കിൾ അല്ല. കാരണം അതൊക്കെ നിൽക്കുന്നത് ഒരു പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഒന്നും ഇല്ലെങ്കിൽ, പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിൽ ആ പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ് ഫ്രീ പാർട്ടിക്കിൾ. പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിൽ ആ പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ് ഫ്രീ പാർട്ടിക്കിൾ. അപ്പൊ നമുക്കറിയാം, ഒരു പാർട്ടിക്കിളിന്റെ ടോട്ടൽ എനർജി പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്.
ഒരു ഫ്രീ പാർട്ടിക്കിൾ ആണെങ്കിലോ ഫ്രീ പാർട്ടിക്കിളിന് പൊട്ടൻഷ്യൽ ഇല്ല. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൈനറ്റിക് എനർജി ആയിരിക്കും. പൊട്ടൻഷ്യൽ ഇല്ല, അതാണ് ഫ്രീ പാർട്ടിക്കിൾ. അപ്പൊ ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി പറഞ്ഞാൽ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ? ഹാഫ് എം വി സ്ക്വയർ ആണ്. ഞാൻ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒന്നിനെ കാണുന്നത് എം ബൈ എം ആയിട്ടാണ്. എം ബൈ എം ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പൊ കാര്യം മാറില്ല. അപ്പൊ എന്താ ഇപ്പൊ ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു എം സ്ക്വയർ വി സ്ക്വയർ ബൈ എം ഐ. ഇതിനെനിക്ക് ഒന്നുകൂടി വൃത്തിയിൽ എഴുതാം. ഹാഫ് ടു എം എം വി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? അങ്ങനെ ചില ഗുണമുണ്ടോ? ഈ എം വി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റം ആണ്. അപ്പൊ എന്തായി? പി സ്ക്വയർ ബൈ ടു എം ആയി അല്ലെ? പി സ്ക്വയർ ബൈ ടു എം. ഈ അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായി? പി സ്ക്വയർ ബൈ ടു എം ആണ് ഒരു ഫ്രീ പാർട്ടിക്കിളിന്. ഇത് കൈനറ്റിക് എനർജിയെ മൊമെന്റത്തിന്റെ ടേമിൽ എഴുതിയതാണ്. അപ്പൊ ടോട്ടൽ എനർജി ഓഫ് എ ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ബൈ ടു എം ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എനിക്ക് നോക്കാം, ഒരു പാർട്ടിക്കിൾ, ഞാൻ ഒരു ഫ്രീ പാർട്ടിക്കിളിനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ ഒരു ഫ്രീ പാർട്ടിക്കിളിനെയാണ് നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എനർജി എന്തായിരിക്കും? പി സ്ക്വയർ ബൈ ടു എം ആയിരിക്കും അല്ലെ? ക്വാണ്ടം പാർട്ടിക്കിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി സ്ക്വയർ ബൈ ടു എം ആയിരിക്കും. ക്വാണ്ടം പാർട്ടിക്കിളിലെ പി എന്താണ്? എച്ച് ബാർ കെ ആണ്. അപ്പൊ പി സ്ക്വയർ എന്ത് വരും? എച്ച് ബാർ കെ. പിയിലോട് ഞാൻ എച്ച് ബാർ കെ കൊടുക്കും. എച്ച് ബാർ കെ സ്ക്വയർ ബൈ ടു എം കിട്ടും. എന്താണ്? എച്ച് ബാർ സ്ക്വയർ കെ സ്ക്വയർ ബൈ ടു എം. പക്ഷേ ഈ കണ്ടുപിടിക്കാൻ വേറൊരു ഫോമുല എനിക്കറിയാം. എന്താണ്? എച്ച് ബാർ ഒമേഗ. അപ്പൊ എനിക്ക് എന്തെന്ന് എഴുതാം? എച്ച് ബാർ ഒമേഗ ഈക്വൽ ടു എച്ച് ബാർ സ്ക്വയർ കെ സ്ക്വയർ ബൈ ടു എം. അങ്ങനെ എഴുതിക്കൂടെ? ഇത് നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം നിങ്ങൾ. കാരണം ഞാൻ വലിയൊരു പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു പ്രൂഫ് ചെയ്യുമ്പോൾ എന്റെ ബോർഡ് വളരെ ചെറുതാണല്ലേ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതൊന്നും എനിക്ക് പലതട്ട് എഴുതി വെക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം. വീട്ടിൽ ലെക്ചർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം. നമുക്കത് ആവശ്യം വരും. ക്ലിയർ ആയി വിചാരിക്കുന്നു. കൂടി ഞാനൊരു ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, വേറൊരു ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആവും? എങ്ങനെയെങ്കിലും ഈക്വൽ ആവും? അപ്പോൾ സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്, ഡി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്. ഈ രണ്ട് ഫംഗ്ഷനും എപ്പോഴെങ്കിലും ഈക്വൽ ആവും? ഈക്വൽ ആവും. നോക്കിയാൽ മനസ്സിലാവും. ഈക്വൽ ആവും. എങ്ങനെ ഈക്വൽ ആവുക? സി ഈക്വൽ ടു ഡി ആയാൽ മതി. സി ഒരു കോൺസ്റ്റന്റ് അല്ല പറഞ്ഞു. സി ഈക്വൽ ടു ഡി ആയാൽ മതി. അപ്പൊ ഈ ടൂളിൽ പോയി കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ആയിട്ട് മാറും. അപ്പോ ഒരു സാധനം ഈക്വൽ, ഞാൻ നേരെ മറിച്ച് ഇങ്ങനെ എഴുതുകയാണെങ്കിലോ, അത് എന്തുകൊണ്ട് ഈക്വൽ ആയത്? കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ മൾട്ടിപ്പിൾ ആണത് അല്ലെ? അതായത് സൈനിന്റെ കോയിഫിഷ്യൻസിന്റെ റേഷ്യോ 2/4. ഇവിടത്തെ സൈനിന്റെ കോയിഫിഷ്യന്റ് 2, ഇവിടെ 4. അത് എന്തിന് ഈക്വൽ ആണ്? ഇവിടത്തെ കോയിഫിഷ്യന്റ് ഈക്വൽ ആണ് 3/6. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വൽ ആക്കാൻ പറ്റും. ഇത് ഈ റേഷ്യോയിൽ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഈക്വൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കണം. ശരിക്കും അറിയേണ്ടതാണ്. ഞാനത് ഒരു പ്രൂഫിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇനിയിപ്പോ അറിയുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, ഇതിന്റെ ഡി ബൈ ഡി എക്സ് എന്തായിരിക്കും? ഡെറിവേറ്റീവ് എന്താ കിട്ടുക? നോക്കുക, എക്സിന്റെ ഡെറിവേറ്റ് ചെയ്യുന്നത് സൈൻ്റെ ഉള്ളിൽ എക്സ് ഉണ്ട് അല്ലെ? അപ്പൊ സൈന് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം സൈന് ഡെറിവേറ്റ് ചെയ്യണം. സൈന് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലെ? കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി കഴിഞ്ഞോ? ഇല്ല, സൈന്റെ ഫംഗ്ഷൻ മാത്രമല്ല, അവിടെ ഒരു കെയും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇൻറ്റു കെ വരും. ഓക്കെ അല്ലേ? അപ്പോ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്തായിരിക്കും? അപ്പൊ നോക്കുക, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി, ഇത് ഞാൻ ഒരു പ്രാവശ്യം ഡെറിവേറ്റ് ചെയ്താണ്. ഇത് ഞാൻ ഒന്നുകൂടി ഡെറിവേറ്റ് ചെയ്യേണ്ടി വരും. ഡി ബൈ ഡി എക്സ് ഒന്നുകൂടി ഡെറിവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ കിട്ടുക? കോസ് എന്താവും? മൈനസ് സൈൻ ആവും. മൈനസ് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ്. ഇവിടെ ഓൾറെഡി ഒരു കെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് കെ പുറത്തേക്ക് വരും. ഇപ്പൊ എന്താവും? മൈനസ് കെ സ്ക്വയർ ആവും. മൈനസ് കെ സ്ക്വയർ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും. നിങ്ങൾക്ക് ഡെറിവേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ അത് പഠിക്കാട്ടോ, ഞാൻ പറയുന്നില്ല. അപ്പോ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ.
ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന് പൊട്ടൻഷ്യൽ ഒന്നും ഇല്ലാത്ത കൈനറ്റിക് എനർജി മാത്രമുള്ള പാർട്ടിക്കിളിനെയാണ് ഞാൻ ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ ഫോർമുല എഴുതി വയ്ക്കാൻ പറഞ്ഞായിരുന്നു. എച്ച് ക്രോസ് ഒമേഗ ഈക്വൽ ടു എച്ച് ബാർ സ്ക്വയർ കെ സ്ക്വയർ ബൈ 2m അല്ലെ, നിങ്ങൾ കയ്യിലുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു വേവ് ഫംഗ്ഷൻ ആണ്, ഒരു വേവ് ഫംഗ്ഷൻ എടുക്കുകയാണ്. ഞാൻ വേവ് ഫംഗ്ഷൻ എടുക്കുകയാണ്. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ട്രാവലിംഗ് വേവ് ആണ് ഈ വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ട്രാവലിംഗ് വേവ് ആണെങ്കിൽ അതൊന്നെങ്കിൽ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും, അല്ലെങ്കിൽ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും, ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലെ. അപ്പൊ ഞാനൊരു കണ്ണും പൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും, അല്ലെങ്കിൽ അത് കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും. ജനറലി ഒന്നെങ്കിൽ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും, അല്ലെങ്കിൽ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും. അപ്പൊ ഞാൻ വേവ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും, അല്ലെങ്കിൽ ബി കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും, ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലെ. ഞാനിതിനെ ഡോസ് ഐ ബൈ ഡോട്ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇതിന്റെ ഡോസ് ഐ ബൈ ഡോട്ടി നിങ്ങൾക്ക് കാണാൻ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ വരിക നോക്കിയാൽ മനസ്സിലാവും. സൈൻ കോസ് ആവും, കോസ് മൈനസ് സൈൻ ആവും, മൈനസ് ഒമേഗ രണ്ടും പുറത്തേക്ക് വരും. അപ്പൊ എന്താ വരിക, മൈനസ് ഒമേഗ പുറത്തേക്ക് വന്നു, ബാക്കി എന്താ ഉണ്ടാവുക, എ സൈൻ കോസ് ആവും, കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി, കോസ് മൈനസ് സൈൻ ആവും, മൈനസ് ബി സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇതാണ് കിട്ടുക. ഇനി ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ചെയ്താലോ, ടി കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത് അല്ലെ. ഇനി കെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ല എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എക്സ് കൊണ്ട് ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ മൈനസ് ഒമേഗ പുറത്തേക്ക് വന്നു, കെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കെ പുറത്തേക്ക് വരും. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ കെ 2 പ്രാവശ്യം പുറത്തേക്ക് വരും. അപ്പൊ എന്താ വരും ഇവിടെ, കെ 2 പ്രാവശ്യം പുറത്തേക്ക് വരും, കെ സ്ക്വയർ ആവും. ഇനി സൈനെ ഞാൻ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് മൈനസ് സൈൻ ആവും, ആ മൈനസ് പുറത്തേക്ക് വരും, കോസ് മൈനസ് കോസ് ആവും. അപ്പൊ മൈനസ് പുറത്തേക്ക് വരും, ബാക്കി എന്താ ഉണ്ടാവുക, എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ബി കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇതല്ലേ കിട്ടുക. ഇത് രണ്ടും എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഒമേഗയുണ്ട്, ഇവിടെ ഒരു ഒമേഗയുണ്ട്, ഇവിടെ ഒരു കെ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു കെ സ്ക്വയർ ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. എപ്പോ, ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻസാ. അപ്പൊ ഇതിനൊക്കെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഈ ഫംഗ്ഷൻ ഈക്വൽ ആവുമോ? ഈക്വൽ ആവും. എങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സൈൻ്റെ കോഎഫിഷ്യന്റ് ബൈ ഇവിടുത്തെ സൈൻ്റെ കോഎഫിഷ്യന്റ് ഷുഡ് ബി ഈക്വൽ ടു കോസിന്റെ കോഎഫിഷ്യന്റ് ബൈ ഇവിടുത്തെ കോസിന്റെ കോഎഫിഷ്യന്റ്. ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ ഈ രണ്ട് വേവ് ഫംഗ്ഷനെ എനിക്ക് ഈക്വൽ ആക്കാൻ പറ്റും. കാര്യം കത്തിയായിരിക്കുന്നു. അപ്പൊ എന്തായി, മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആയി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എന്ത് കിട്ടും? എ ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ബി സ്ക്വയർ കിട്ടും. റൂട്ട് ഓഫ് മൈനസ് ബി സ്ക്വയർ എന്താ? പ്ലസ് ഓർ മൈനസ് ഐ ബി കിട്ടും അല്ലെ? എന്താണ് ഈ പറയുന്നത്? ഇതും എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേവ് ഫംഗ്ഷനിൽ എ എന്ന് പറഞ്ഞാൽ എന്താവണം? ഐ ബി ആവണം. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോ സൈ ബൈ ഡോ ടിയും ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറും എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. അതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് വേവ് ഫംഗ്ഷൻ എ എന്തായിരിക്കണം? ഐ ബി ആയിരിക്കണം. ഓക്കെ അല്ലേ? എ ഐ ബി ആയിരിക്കണം. അപ്പൊ ഞാൻ മാറ്റി എഴുതുകയാണ്. ഇത് രണ്ടും ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഐ ബി ആയിരിക്കണം. അപ്പൊ എന്താ വരിക? ഞാൻ മായ്ച്ചു. എനിക്ക് സൈ ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? സൈ ഓഫ് എക്സ് ടി ഈക്വൽ ടു ഐ ബി സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ബി കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി. ഓക്കെ അല്ലേ? ഇങ്ങനെ എഴുതി ഈ വേവ് ഫംഗ്ഷൻ എനിക്ക് നേരത്തെ പറഞ്ഞ രണ്ട് പോയിട്ട് ഈക്വൽ ചെയ്യാൻ പറ്റും. ഓക്കെ.
നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ? e raised to I theta എന്താണ്? a e raised to അല്ല b e raised to I theta എന്താ വരിക? അല്ല b e raised to I theta എന്താ? cos theta plus I sin theta അല്ലേ? അപ്പൊ b e raised to I theta എന്തായിരിക്കും? b cos theta plus b I sin theta അല്ലേ? അപ്പൊ ഈ psi of xt നെ ഞാൻ എഴുതുകയാണ്. psi of xt equal to b into ശ്രദ്ധിക്കണം e raised to I kx minus omega t തീറ്റ അല്ലെ? e raised to I തീറ്റ ആണെങ്കിൽ b into cos theta plus I sin theta. തീറ്റയെ ഞാൻ kx minus omega t ഞാൻ തീറ്റ എന്ന് വിളിക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? ഈ തീറ്റയിലോടത്ത് kx minus omega t എടുത്താൽ പോരെ? അപ്പൊ നോക്കി നോക്ക്, b e raised to I kx minus omega t എന്താ വരിക? b into cos തീറ്റയിലോടത്ത് kx minus omega t എന്നിട്ട് b cos kx minus omega t അതല്ലേ ഇത്? പ്ലസ് I into b I sin kx minus omega t അതല്ലേ? I b sin kx minus omega t. അപ്പൊ psi of x നെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? എനിക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി. psi of x നെ എനിക്ക് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഡോ psi by ഡോ t യെയും ഡോ സ്ക്വയർ psi by ഡോ x സ്ക്വയറിനെയും ഇക്വറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സൈനെ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഐച്ച് ക്രോസ് ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡോ psi by ഡോ t യെയും അതുപോലെ തന്നെ ഡോ സ്ക്വയർ psi by ഡോ x സ്ക്വയറിനെ എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഞാൻ പറഞ്ഞു നോക്കി നോക്കാം എങ്ങനെ ഇക്വേറ്റ് ചെയ്യാന്ന്. ഞാൻ ഡോ psi by ഡോ t ചെയ്യാണ്. ഡോ psi by ഡോ t നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയുന്നത് ഞാൻ വിചാരിക്കുകയാണ്. അതൊന്നും ചെയ്യാനുള്ള സ്ഥലം എന്റെ ബോർഡിലില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡോ psi by ഡോ t ഡിഫറൻഷ്യറ്റ് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക? ഈയുടെ ഡിഫറൻഷ്യൽ അത് തന്നെയാണ്. ഇവിടെ നിന്ന് മൈനസ് ഐ ഒമേഗ പുറത്തേക്ക് വരും. അപ്പൊ എന്താ കിട്ടുക എനിക്ക്? മൈനസ് ഐ ഒമേഗ ഇൻറ്റു ബി ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ് വരിക അല്ലെ? ഇതെന്താ സാധനം? അതല്ലേ ഈ സൈൻ. ഇവിടെ കാര്യം ശ്രദ്ധിക്കണം. സൈനോട് ഡിഫറൻഷ്യറ്റ് ചെയ്യുന്നു. ഉത്തരത്തിലും സൈൻ ഉണ്ട് കേട്ടോ. ഇതല്ലേ ഇത് സൈ അല്ലേ? അപ്പൊ ഇതിന് എനിക്ക് എന്തെന്ന് എഴുതാം? സൈൻ എഴുതിക്കൂടെ? സൈൻ എഴുതാം. ഇനി ഇത് എനർജി ആക്കണമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ എനിക്ക് എച്ച് ക്രോസ് ഒമേഗ വരണം. അങ്ങനെയാണെങ്കിൽ ഇത് എനർജിയാണ് അല്ലെ? എച്ച് ക്രോസ് ഒമേഗ എനർജിയാണ്. ഇവിടെ എച്ച് ക്രോസ് ഒമേഗ വരണം. ഇവിടെ എച്ച് ക്രോസ് ഒമേഗ വരണമെങ്കിൽ അവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മൈനസ് ഐ എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്ക്, സോറി ഐ എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഐ എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നോക്കി നോക്കാം, ഐ ഇൻറ്റു ഐ മൈനസ് വൺ, മൈനസ് വൺ ഇൻറ്റു മൈനസ് പ്ലസ് വൺ, പിന്നെ ഒമേഗ ഇൻറ്റു. അപ്പൊ എന്തായി? എച്ച് ക്രോസ് ഒമേഗയായി. അപ്പോ ഇത് എച്ച് ക്രോസ് ഒമേഗ ആണെങ്കിൽ ഞാൻ ഇവിടെ ഐ എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തായി? ഐ എച്ച് ക്രോസ് ഡോ psi by ഡോ ടി അല്ലെ? ഇതാണ് ഡോ psi by ഡോ ടി. ഞാൻ ഇവിടെ ഐ എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? മണ്ണ് കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഐ എച്ച് ക്രോസ് കൊണ്ടാണ്. അപ്പൊ ഇക്വേഷൻ മാറും. അപ്പൊ ഇവിടെ മാറുമ്പോൾ അവിടെ മാറണം. അപ്പൊ ഐ എച്ച് ക്രോസ് ഡോ psi by ഡോ ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഐ എച്ച് ക്രോസ് ഐ ഇൻറ്റു ഐ മൈനസ് വൺ, മൈനസ് വൺ ഇൻറ്റു മൈനസ് പ്ലസ് വൺ. അപ്പൊ ഐ പോയി, ഐ മൊത്തം പോയി. എച്ച് ക്രോസ് ഒമേഗയായി. അപ്പൊ എന്തെനിക്ക് കിട്ടി? ഐ എച്ച് ക്രോസ് ഡോ psi by ഡോ ടി എന്ന് പറഞ്ഞാൽ എച്ച് ക്രോസ് ഒമേഗ സൈ ആണ്. എച്ച് ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഇ ആണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഇ സൈ ആണ് കിട്ടി. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു സൈഡ് മോളില് ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പോൾ എനർജി കിട്ടുന്നു. അപ്പൊ ഇതിനാണ് നമ്മുടെ എനർജി ഓപ്പറേറ്റർ എന്ന് പറയുക കേട്ടോ. ഇതാണ് നമ്മുടെ എനർജി ഓപ്പറേറ്റർ. ഇനി സൈനെ ഞാൻ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എനിക്ക് എന്താ കിട്ടുക? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. രണ്ടാഴ്ച ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് ഐക്ക് രണ്ടു വട്ടം പുറത്തു വരും. അപ്പൊ എന്താ കിട്ടുക? ഐ കെ സ്ക്വയർ ഇൻറ്റു ബി ഇ റേസ് ടു ഐ
കെ എക്സ് മൈനസ് ഒമേഗ ടി കിട്ടും. ഇതെന്ത് തന്നെയാണ്? ഇത് സൈ അല്ലേ? അപ്പൊ ഇതിനെനിക്ക് മാറ്റി എന്ത് എഴുതാം? സൈ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഐ കെ സ്ക്വയർ എന്ന് പറഞ്ഞത് ഐന്റെ സ്ക്വയർ മൈനസ് 1 കെയുടെ സ്ക്വയർ സ്ക്വയർ. അപ്പൊ ഇതിനെന്ത് എഴുതാം? മൈനസ് കെ സ്ക്വയർ എന്ന് എഴുതാം. ഇത് എപ്പോഴാണ് എനർജി ആവുക? ഇത് എനർജി ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം? എച്ച് സ്ക്വയർ കെ സ്ക്വയർ ബൈ 2m വരണം. മൈനസ് കെ സ്ക്വയർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോ ഇത് എനർജി ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m കൊണ്ട്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? അങ്ങോട്ട് വന്നു മൈനസ് കൂടി മൾട്ടിപ്ലൈ ആകുമ്പോൾ എന്താവും? എച്ച് സ്ക്വയർ കെ സ്ക്വയർ ബൈ 2m ആയി. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈ തന്നെയാണ്. ഇതും ഈ സൈ ആണ്, ഇതും ഈ സൈ ആണ്. ഈ സൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ആണ്. ഇവിടെ ഈ സൈ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അതായത് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ആണ്. വി വേണ്ട, ഇത് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ ഇല്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഫ്രീ പാർട്ടിക്കിൾ ആണെന്ന്. ഇതാണ് ഷ്രോഡിഞ്ചറിന്റെ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാൻ പോവാണ്. നമ്മൾ നേരത്തെ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കിട്ടിയായിരുന്നു. എന്തായിരുന്നു? ഫ്രീ പാർട്ടിക്കിളിന്റെ കേസാണ് ഞാൻ എഴുതുന്നത്. ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് ഫ്രീ പാർട്ടിക്കിളിന്. ഇതൊരു ഫ്രീ പാർട്ടിക്കിൾ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് എനർജി കൂടി വരും? പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. അപ്പൊ ഞാൻ എന്ത് എഴുതണം? പ്ലസ് വി സൈൻ എഴുതണം. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ്. വിചാരിക്കുക വി പൊട്ടൻഷ്യൽ എനർജിയില് ടൈം ഇല്ല. ഡസൻ ഡിപ്പെൻഡ് അപ്പോൺ ടൈം. ഡസൻ ഡിപ്പെൻഡ് ഓൺ ടൈം. അതായത് വി എന്താണ് ഡിപ്പെൻഡ് ചെയ്തില്ല? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇതിന് സൈ കണ്ടുപിടിക്കാണ് വേണ്ടത്. ഇത് നോക്കി മനസ്സിലാവും. ഇതില് ഇവിടെ സൈൻ ഞാൻ ടൈം കൊണ്ട് ഡെറിവേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ എക്സ് സ്ക്വയറിനെ ഡെറിവേറ്റ് ചെയ്യുന്നു. ഇതിലാണെങ്കിൽ ടൈമും ഇല്ല. അപ്പൊ ഇവിടെ ടൈം കൊണ്ട് കളിക്കുന്നു, ഇവിടെ പൊസിഷൻ കൊണ്ട് കളിക്കുന്നു. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സൈ എനിക്ക് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടൈമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ് പൊസിഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ പിന്നെ ടൈം വരുന്നില്ല. ലെഫ്റ്റ് ടൈമിന്റെ മാത്രം ഡെറിവേറ്റീവ് ആണ്, റൈറ്റ് പൊസിഷന്റെ മാത്രം ഡെറിവേറ്റീവ് ആണ്. പൊട്ടൻഷ്യലി ടൈമും ഇല്ല അല്ലെ? അപ്പോൾ ഈ ലെഫ്റ്റ് ടൈം, റൈറ്റിൽ പൊസിഷൻ. ഇങ്ങനൊരു സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സൈ എന്തിന്റെ ഫംഗ്ഷൻ ആണ്? സൈയില് പൊസിഷനും ഉണ്ട് ടൈമും ഉണ്ട്. അതുകൊണ്ടാണ് സൈയില് ടൈം കൊണ്ട് ഡെറിവേറ്റ് ചെയ്യുന്നത്. പൊസിഷൻ ഉള്ളതുകൊണ്ടാണ് പൊസിഷൻ കൊണ്ട് ഡെറിവേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സീറോ ആയിട്ട് പോവാം അല്ലേ? അപ്പോൾ ഒരു സൈഡിൽ ടൈം മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ ടൈം വരുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ എടുക്കുന്നത് അതുകൊണ്ടാണ്. ഈ സൈഡിൽ ടൈം വരുന്നില്ല, ഇവിടെ ടൈം കൊണ്ട് ഡെറിവേറ്റ് ചെയ്യുന്നു, ഇവിടെ പൊസിഷൻ കൊണ്ട് ഡെറിവേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞാൻ ഡെറിവേറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന സൈല് സൈ പൊസിഷനെ ടൈമിന്റെ ഡെറിവേറ്റീവ് ആണ്. പക്ഷേ ടൈമിന്റെയും പൊസിഷന്റെയും ഫംഗ്ഷൻ ആണ്. പക്ഷേ ആ ഫംഗ്ഷൻ ടൈമിന്റെയും പൊസിഷന്റെയും രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്ലൈ എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈ സൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ ടൈമിന്റെ ഒരു ഫംഗ്ഷൻ ഇൻറ്റു പൊസിഷൻ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെ എനിക്ക് അതിന് എഴുതാൻ പറ്റും. അതായത് ടൈമിന്റെ ഒരു ഫംഗ്ഷൻ ടൈമിന്റെ മാത്രം, ഒരു ഫംഗ്ഷൻ പൊസിഷനെ മാത്രം, രണ്ടിനെയും മൾട്ടിപ്ലൈ ആയിരിക്കും എനിക്ക് കിട്ടുന്ന സൈ ഓഫ് എക്സ് ടി. ഇങ്ങനെ ഒരു കണ്ടീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പൊ എനിക്കറിയാം സൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്നതാണ് യു ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. അത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് ഇക്വേഷൻ എന്താവും? സൈഡിലോടത്തൊക്കെ ഇത് കൊടുക്കുകയാണ്. ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഓഫ് യു ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് വി ഇൻറ്റു യു ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ്. ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ഇവിടെ ടൈം കൊണ്ട് മാത്രമേ ഡെറിവേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജി ഓഫ് എക്സിനെ പുറത്തേക്ക് എടുക്കാം. യുവിനെ മാത്രമേ ഡി ഡെറിവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ജി ഓഫ് എക്സിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എനിക്ക് എന്താണ് കിട്ടുക? ജി ഓഫ് എക്സ് ഇൻറ്റു
IH ക്രോസ് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു, ഇവിടെ പൊസിഷൻ മാത്രം ഡെറിവേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ടൈമിന്റെ ഫംഗ്ഷൻ എനിക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? യു ഓഫ് ടി ഇൻറ്റു മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ്. വിയിൽ എന്ത് മാത്രമേ ഉള്ളൂ? പൊസിഷൻ മാത്രമേ ഉള്ളൂ, ടൈം ഇല്ല. അപ്പൊ യു ഓഫ് ടി എനിക്ക് പുറത്തേക്ക് എടുക്കാം. പ്ലസ് യു ഓഫ് ടി ഇൻറ്റു വി ജി ഓഫ് എക്സ്. ഇങ്ങനെ വന്നു. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, ഇവിടെ പൊസിഷൻ ഉണ്ട്, ഇവിടെ ടൈം ഉണ്ട്. ഇവിടെ ടൈം ഉണ്ട്, ഇവിടെ പൊസിഷൻ ഉണ്ട്. ഇവിടെ ടൈം ഉണ്ട്, ഇവിടെ പൊസിഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് എല്ലാ സൈഡിലും ടൈം കൊണ്ടുവരണം. ഒരു സൈഡിലൊക്കെ ടൈം കൊണ്ടുവരണം, ഒരു സൈഡിലൊക്കെ പൊസിഷൻ കൊണ്ടുവരണം. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, എല്ലാരെയും യു ഓഫ് ടി ജി ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യാം. ഇവിടെയും യു ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും യു ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കുക, ആദ്യം ഞാൻ ഇതിനെ യു ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ യു ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ആ ജി ഓഫ് എക്സും വെട്ടിപ്പോവും. ബാക്കി ആരുണ്ടാവുക? 1 ബൈ യു ഓഫ് ടി ആണ്. കാണിച്ചു തരാം, സ്ഥലം ഇവിടെ എഴുതാം. ഞാൻ യു ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ജി ഓഫ് എക്സും വെട്ടിപ്പോവും. ബാക്കി എന്താണ്ടാവുക? 1 ബൈ യു ഓഫ് ടി ഇൻറ്റു IH ക്രോസ് ഡോ യു ബൈ ഡോ ടി ആയില്ലേ? ഇപ്പൊ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ടിയുടെ പാർട്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ടി മാത്രമേ ഉള്ളൂ, പൊസിഷൻ ഇല്ല. ഇവിടെയും ഞാൻ IH ക്രോസ് ഡോ യു ബൈ ഡോ ടി ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ യു ഓഫ് ടി വെട്ടിപ്പോവും. അവിടെ എന്ത് കിട്ടും? മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m 1 ബൈ ജി ഓഫ് എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ്. ഇവിടെയും ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടും? പ്ലസ് 1 ബൈ ജി ഓഫ് എക്സ് ഇൻറ്റു വി ഇൻറ്റു ജി ഓഫ് എക്സ്. ഇങ്ങനെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ കേസ് ആണെന്ന് ഞാൻ മായ്ക്കാണത്. ഇക്വേഷൻ ഇവിടേക്ക് എഴുതാം. അതൊന്ന് ഒബ്സർവ് ചെയ്യണം. ആ ഇക്വേഷൻ നോക്കാനുണ്ട്. ചെറിയൊരു കളിയുണ്ട് അവിടെ. നോക്കാം, ശരിക്കും നോക്കാം. ഞാൻ എന്താണ് പറഞ്ഞത്? എന്റെ സൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ കൊടുക്കുകയാണെങ്കിൽ എന്റെ സൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എനിക്ക് സൈ ഓഫ് എക്സ് ടി എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് ടി എന്ന് എഴുതാം അല്ലേ? ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക, യു ഓഫ് ടി കണ്ടുപിടിക്കുക, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് സൈ ഓഫ് എക്സ് ടി കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ മുകളിലേക്ക് എഴുതുകയാണ്. 1 ബൈ യു ഓഫ് ടി ഇൻറ്റു IH ക്രോസ് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m 1 ബൈ ജി ഓഫ് എക്സ്. 1 ബൈ ജി ഓഫ് എക്സ് രണ്ടോടത്തും കോമൺ ആണ്. അപ്പൊ ഞാൻ 1 ബൈ ജി ഓഫ് എക്സിനെ പുറത്തേക്ക് എടുക്കുന്നു. രണ്ടുപേരും കോമൺ ആയിട്ട് എടുക്കുന്നു. അങ്ങനെ എഴുതാമല്ലോ, സ്ഥലം ലാഭിക്കാം. 1 ബൈ ജി ഓഫ് എക്സ് ഇൻറ്റു മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ജി ഓഫ് എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഈ ജി ഓഫ് എക്സ് വെട്ടിക്കളയാൻ പറ്റില്ല കേട്ടോ. ഇത് വി ആക്ട് ചെയ്യുന്നുണ്ട് ജി ഓഫ് എക്സിന്റെ മുകളിൽ, വെട്ടിക്കളയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് കൂടി വെട്ടിക്കളയാൻ പറ്റില്ല. വി ഒരു ഓപ്പറേറ്റർ ആണ്, പൊട്ടൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. ജി ഓഫ് എക്സിനെ ആക്ട് ചെയ്യുന്നുണ്ട്, വെട്ടിക്കളയാൻ പറ്റില്ല. അപ്പോ ഇങ്ങനെ വന്നു. ഇങ്ങനെ വരുമ്പോ എന്താണ് ഇക്വേഷൻ പറയുന്നത്? ഇത് ടൈമിന്റെ മാത്രം ഫംഗ്ഷൻ ആണ്. അതായത് ഇത് ടൈമിന്റെ ഫംഗ്ഷൻ ആണ്. ഇത് പൊസിഷന്റെ മാത്രം ഫംഗ്ഷൻ ആണ്. രണ്ടും ഈക്വൽ ആവുകയാണ്. ഇവിടെ ടി മാത്രമേ ഉള്ളൂ, ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ പറഞ്ഞ ടിയും എക്സും ഈക്വൽ ആവുകയാണ്. ടിയും എക്സും എപ്പോഴും ഈക്വൽ ആവുക? ടി എക്സും ഈക്വൽ ആവും. ടിയും എക്സും ഈക്വൽ ആവും എങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആവണം, ഇതിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആവണം. അങ്ങനെയാണെങ്കിലേ ഈ രണ്ട് പാർട്ട് ഈക്വൽ ആവും. ഇതൊരു ടിയുടെ ഫംഗ്ഷൻ ആണ് വിചാരിക്കും. ഇത് ടി, ഇതിന്റെ ഉത്തരം ഒരു ടി ക്യൂബ് ആണ്, ഇതിന്റെ ഉത്തരം എക്സ് സ്ക്വയർ ആണ്. രണ്ട് ഈക്വൽ ആവില്ല. രണ്ട് ഇങ്ങനെ ഈക്വൽ ആക്കുക. ടി ടൈം ആണ്, എക്സ് പൊസിഷൻ ആണ്, ടൈം പൊസിഷൻ ഈക്വൽ ആവും. ഈക്വൽ ആവില്ല. പക്ഷെ ടിയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഒരു ഇതിന്റെ ഉത്തരം എനർജി ആണ്, ഇതിന്റെ ഉത്തരം എനർജി ആണ്, ഇതിന്റെ ഉത്തരം എനർജി ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഈക്വൽ ആവില്ലേ?
അപ്പൊ നമുക്ക് മനസ്സിലായത് രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും വാല്യൂ ഒരു കോൺസ്റ്റന്റ് ഈക്വൽ ആവണമെന്നാണ്, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നാണ്. രണ്ടിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ഞാൻ പറയാണ് ആ കോൺസ്റ്റന്റ് ഞാൻ ഇ എന്ന് പറയുന്നു. ഞാൻ പറയാണ് ഇതിന്റെ വാല്യൂ ഇ ആണ്, ഇതിന്റെ വാല്യൂ ഇ ആണ്. അതായത് ഇതിന്റെ ഉത്തരത്തിൽ ടി ഇല്ല, ഇതിന്റെ ഉത്തരത്തിൽ എക്സും ഇല്ല, അതുകൊണ്ടാണ് രണ്ടും ഈക്വൽ ആയത്. അപ്പോൾ ഇതിന്റെ വാല്യൂ ഇ ആണ്, ഇതിന്റെ വാല്യൂ ഇ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇത് സോൾവ് ചെയ്യുന്നു, ലെഫ്റ്റിലുള്ള ആദ്യം സോൾവ് ചെയ്യുന്നു. അപ്പൊ സോൾവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? 1 u of t IH cross dou u by dou t equal to E. അല്ലേ? ഇതൊന്നുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാളെ? ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡി ടി അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താ വരിക? IH ക്രോസ് dou u by u equal to E dt. അല്ലേ? അപ്പോ എനിക്ക് രണ്ടോടത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? IH ക്രോസ് log u, dou u by dou u ന്റെ ഇന്റഗ്രേഷൻ log u ആണ്, ഈക്വൽ ടു ET. അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതാം log u ഈക്വൽ ടു ET by IH ക്രോസ്, T by IH ക്രോസ്. എനിക്ക് ലോഗിനെ അവിടെ നിന്ന് കളയണം. ലോഗിനെ അവിടെ നിന്ന് കളയണമെന്ന് ഞാൻ എന്ത് ചെയ്താൽ മതി? ഇ റേസ് log u കൊടുത്താൽ മതി. ഇവിടെ ഇ റേസ് എടുക്കുമ്പോൾ ഇവിടെ ഇ റേസ് എടുക്കണം. ഇ റേസ് log u എന്താണ്? ഇയും ലോഗും ഓപ്പോസിറ്റ് സാധനങ്ങളാണ്, ക്യാൻസൽ ചെയ്ത് പോകും. എന്താ എനിക്ക് കിട്ടുക? u ഈക്വൽ ടു ഇ റേസ് ടു ET by IH ക്രോസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഐനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഐ കൊണ്ട് ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്, വാല്യൂ മാറില്ല. അപ്പോൾ ഐ ഇൻറ്റു ഐ എന്തായി? -1 ആയി. അപ്പൊ ഒരു മൈനസ് ഇവിടെ വരും. ഈ ഐ ഇങ്ങോട്ട് കയറി വരും. അപ്പൊ എന്ത് വരും? ഐ. അപ്പൊ യു എന്തായി? യു ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് IET ബൈ h ബാർ ഐ. ഞാൻ പറഞ്ഞായിരുന്നു സൈ ഓഫ് എക്സ് ടീനെ ജി ഓഫ് എക്സിന് യു ഓഫ് ടി എന്ന് എഴുതാം. യു ഓഫ് ടി കിട്ടിയില്ലേ? യു ഓഫ് ടി കിട്ടി. അതാണിത്. യു ഓഫ് ടി കിട്ടി. ഇനി ജി ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ യു ഓഫ് ടി എനിക്ക് കിട്ടി. ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എന്താ ജി ഓഫ് എക്സ്? ഇതിനെ ഞാൻ ഇ കൊടുക്കുകയാണ്. ഇതിനെ ഞാൻ ഇപ്പൊ ഇ എന്ന് കൊടുത്തിട്ടാണ് യു ഓഫ് ടി കണ്ടുപിടിച്ചത്. ഇനി ഇതിനെ ഇ കണ്ടുപിടിച്ചിട്ട് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ വരിക? ജി ആണെങ്കിൽ 1 by g of x into minus h bar square by 2m dou square g of x by dou x square plus v g of x equal to e. ഈ g of x അങ്ങനെ എടുക്കാം. അപ്പൊ എന്ത് വരും? minus h bar square by 2m dou square g of x by dou x square plus v g of x equal to e g of x. ഇത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അല്ലേ? അല്ലേ? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എനർജി, ടോട്ടൽ എനർജി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ജി ഓഫ് എക്സ് കിട്ടും അല്ലെ? ജി ഓഫ് എക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. യു ഓഫ് ടി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ജി ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് ടി കിട്ടിയിട്ടുണ്ട്. ഇ റേസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് ബാർ മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? സൈ ഓഫ് എക്സ് ടി കിട്ടും. ഇങ്ങനെയാണ് ഞാൻ സൈ ഓഫ് എക്സ് ടി കണ്ടുപിടിക്കുക. എങ്ങനെയാകുമ്പോൾ പൊട്ടൻഷ്യല് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി ഓഫ് എക്സ് സോൾവ് ചെയ്യാം. എന്നിട്ട് ഈ വി ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യു ഓഫ് ടിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇ റേസ് ടു മൈനസ് ഐ ടി ബൈ എച്ച് ബാർ ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അധികം ഡീപ്പായിട്ട് പോകുന്നില്ല. അത്ര ഞങ്ങളുടെ ടെക്സ്റ്റിലുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ പ്രൂഫാണ് ചിലപ്പോൾ ചോദിക്കുക. അത്രയും ഡൗട്ട് പ്രോബ്ലംസ് ചോദിക്കില്ല. അതുകൊണ്ട് ഞാൻ ടച്ച് ചെയ്യുന്നില്ല. കോംപ്ലിക്കേറ്റഡ് ആയി പോകും. ഇനി പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഐഗൺ വാല്യൂസ് ആണ്. ഐഗൺ വാല്യൂസ് എന്താണ്? ഐഗൺ വാല്യൂസ് അതായത് എ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റർ ഒരു വേവ് ഫംഗ്ഷൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക്
ആ വേവ് ഫംഗ്ഷൻ തന്നെ കിട്ടണം. ആ വേവ് ഫംഗ്ഷൻ തന്നെ കിട്ടണം. ഒപ്പം ഒരു ഐഗൺ വാല്യൂസ് ആണ്. അതായത് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ഒരു വേവ് ഫംഗ്ഷൻ ആക്ട് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് തന്നെ കിട്ടണം? ആ വേവ് ഫംഗ്ഷൻ തന്നെ കിട്ടണം ടൈംസ് ഒരു നമ്പർ കിട്ടണം. ഈ വേവ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ പറയുന്ന പേരാണ് ഐഗൺ ഫംഗ്ഷൻ. ഈ നമ്പറിന് നമ്പർ ആയിരിക്കണം, ഞാൻ പറഞ്ഞത് നമ്പർ ആയിരിക്കണം. ഇതിനെ പറയുന്ന പേരാണ് ഐഗൺ വാല്യൂ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ psi ഈസ് ഈക്വൽ ടു e raised to minus 2x. ഓപ്പറേറ്റർ a ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ്. അങ്ങനെയാണെങ്കിൽ a psi എന്താ കിട്ടുക? a psi എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് e raised to minus 2x ആണ് കിട്ടുക. എന്താ കിട്ടുക? -2 into e raised to minus 2x. ഇതല്ലേ psi? അത് ഉത്തരത്തിലുമില്ലേ? ഇതാണ് psi കിട്ടുന്നുണ്ട് അല്ലെ? psi ചെയ്യുമ്പോ psi കിട്ടുന്നുണ്ട്. സൈഡ് മുന്നിലുള്ളത് എന്താ? ഒരു നമ്പറാണ്. ആ നമ്പർ നമ്മൾ എന്ന് പറയും? ഐഗൺ വാല്യൂ എന്ന് പറയും. ഈ e raised to minus 2x നമ്മൾ എന്ത് പറയും? ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. a equal to ഡോ ബൈ ഡോ എക്സ് psi equal to e raised to minus x square. അങ്ങനെയാണെങ്കിൽ a psi എന്താ കിട്ടുക? ഡോ ബൈ ഡോ എക്സ് ഓഫ് e raised to minus x square. എന്താ കിട്ടുക? e raised to minus x square into minus 2x. ഇവിടെ psi ഉണ്ട്, ഇവിടെയും psi ഉണ്ട്. സൈഡ് മുന്നിലാറുള്ളത് -2x. ഇതൊരു നമ്പർ ആണോ? അല്ല, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഞാൻ പറഞ്ഞു ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആയിരിക്കണം. ഇതൊരു നമ്പർ അല്ല, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ അത് ഐഗൺ വാല്യൂ ഇക്വേഷൻ അല്ല. ഐഗൺ വാല്യൂ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ സൈഡ് ഒപ്പം ഉള്ളത് ആരായിരിക്കണം? ഒരു നമ്പർ ആയിരിക്കണം. ഇത് നമ്പർ അല്ല. അത് നമ്പർ അല്ലാത്തതുകൊണ്ട് ഇത് ഐഗൺ വാല്യൂ ഇക്വേഷൻ അല്ല. അതായത് ഇത് ഐഗൺ ഫംഗ്ഷനും അല്ല, ഇത് ഐഗൺ വാല്യൂ അല്ല. ഓക്കെ അല്ലേ?